ഗൈസ്, നമുക്കിന്ന് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ? കമോൺ. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അത് ഇനി ഇന്നത്തോടെ ബ്ലാക്ക് കളർ സ്കെച്ച് കൊണ്ടൊന്ന് ലൈൻസൊക്കെ നേരെയാക്കി ഇട്ട് കൊടുക്കണം. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബ്ലാക്ക് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ കളർ ചെയ്യാം. നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കളറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ടും കൂടെ ചെയ്തെടുക്കണം. ഹലോ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളറും ചെയ്ത് കട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലോ ടേപ്പ് എടുക്കണം. കത്രികയും വേണം. നമ്മൾ 1 minute ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കണേ. അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയത്. എന്നിട്ട് നമ്മൾ ഏതാ ഇങ്ങനെ സ്റ്റിക്കർ ഇപ്പോൾ ആകെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങോട്ട് എടുക്കണം. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അങ്ങോട്ട് വയ്ക്കണം. പിന്നെ മണ്ടയിലേക്ക് സെലോ ടേപ്പ് ഉണ്ടല്ലോ, സെലോ ടേപ്പ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ. ഇപ്പം നിങ്ങളുടെയൊക്കെ കയ്യിൽ വലിയ സെലോ ടേപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചാലും മതിയാവും. ഇത്രയും വീതം വണ്ണമൊക്കെ ഉള്ള വരുന്ന ആ സെലോ ടേപ്പ് ഒട്ടിച്ചാലും മതിയാവും. ആ സെലോ ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഈ സെലോ ടേപ്പ് യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കുഞ്ഞ് സെലോ ടേപ്പ് യൂസ് ചെയ്താലും മതിയാവേ. നമ്മളിങ്ങനെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് അത് കീറിപ്പോതിരിക്കാനും പിന്നെ അത് ഇങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് വരാതെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനെയും കൂടി സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബൈ ബൈ.